വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. അപ്പോൾ ഓണ വിഭവങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. എൻ്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ണിയപ്പം. അപ്പം ഞാൻ തലേ ദിവസം രാത്രി തന്നെ പച്ചരി കഴുകി കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഞാൻ അരച്ചു വയ്ക്കുന്നത്. ഒരു 7-7:30 സമയത്താണ് അരച്ചു വയ്ക്കുന്നത്. പാളയംകോടൻ പഴമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ചിലർ റോബസ്റ്റ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ പാളയംകോടനാണ് എടുത്തിട്ടുള്ളത്. 5 പാളയംകോടൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 4 ഉള്ളൂ. പക്ഷേ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശർക്കര നല്ല ഡാർക്ക് ശർക്കരയാണ്. വെള്ള ശർക്കര ഉണ്ടാവും, കറുത്ത ശർക്കര ഉണ്ടാവും. അപ്പോൾ കറുത്ത ശർക്കര വേണം യൂസ് ചെയ്യാനായിട്ട്. അത് നന്നായിട്ട് അരച്ച് വയ്ക്കാം മിക്സ്. അതിനുശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് നെയ്യിൽ തേങ്ങാക്കൊത്തും പിന്നെ അതുപോലെ തന്നെ എള്ളും വറുത്തിടാം. ഞാനിവിടെ നല്ല ശുദ്ധമായ നമ്പീശൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് വറുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് പതുക്കെ വറന്ന് വരുമ്പോൾ അതിലേക്ക് എള്ളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എള്ള് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. വറുക്കാനായിട്ട് എള്ള് ഇടണം എന്നില്ല. എള്ള് ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ മിക്സിലേക്ക് ഡയറക്റ്റ് ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യിലേക്കൊന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് എള്ള് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളാണ്, സുഗന്ധവ്യഞ്ജനങ്ങൾ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഏലക്കായും ഒരു കഷ്ണം ചുക്കും പൊടിച്ചെടുക്കാം. പക്ഷെ ഇത് വെറുതെ അങ്ങനെ പൊടിയില്ല. അപ്പോൾ നമ്മളത് ലേശം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ലേശം ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് കറ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഇതാണ്. എന്നിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ഇത് ആഡ് ചെയ്യുക. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ആഡ് ചെയ്യുക. നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വെളുത്ത് കിടക്കുന്നത് കടുകല്ല, അത് എള്ളാണ്. സോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. കട്ട കുത്തി കിടന്നാൽ അത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കടിക്കുമ്പോൾ അതിന് ആ പൊടി അതുപോലെ തന്നെ വരും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. നെയ്യും ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മൾ 6 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കൂടുതൽ ടൈം വെക്കുന്നതിനനുസരിച്ച് നല്ലതാണ്. മാക്സിമം ഒരു 9 മണിക്കൂറൊക്കെ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, കുഴപ്പമില്ല. പിന്നെ എണ്ണ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, ഒരുപാട് എണ്ണ കോരി ഒഴിക്കരുത്. നമ്മൾ ഈ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ എണ്ണ പൊങ്ങി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം, നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പം ഇനി അടുത്ത ടേസ്റ്റിംഗ് സെഷനാണ്. നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം. അപ്പോൾ ഓണവിഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഉണ്ണിയപ്പത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇതാദ്യം കഴിച്ചു നോക്കാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എടുത്തേ രണ്ടാളും. ലക്ഷ്മിക്കുട്ടി എടുക്കൂ. ഇനി ഇതിൽ നിന്നൊന്ന് ഞാനും കഴിച്ചു നോക്കാം, എന്നിട്ട് പറയാട്ടോ. കഴിച്ചു. സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലക്ഷ്മി മോളെ? അടിപൊളി. യേശുട്ടിന് ഇഷ്ടമായോ? സൂപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം വിഭവത്തിലെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.